പറയുകടോ. അയ്യോ, എല്ലാം പോയി സാറേ. എന്റെ മോളെ ഇവന്മാര് കൊന്നു സാറേ. ഇതാരാ? മരിച്ച കുട്ടിയുടെ അച്ഛനാ. ബോഡി എവിടെയാ? അടുക്കളയിലാ. എപ്പോഴാടോ ആ CI ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? 10:30 എത്തുന്നോ സാർ പറഞ്ഞു. മണി 11 എന്താ മരിച്ച കുട്ടിയുടെ പേര്? ഗിരിജ. ഭർത്താവിന്റെ പേര്? വാസുദേവൻ. അയാളെവിടെ? ആത്തിന്റെ സാർ, വിളിക്കണം. കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ. ഗിരിജയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാറേ. ഈ ദുഷ്ടന്മാരെല്ലാരും കൂടെ എന്റെ മോളെ കൊന്നതാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവളെ ഞങ്ങൾ കൊന്നെന്നോ? ദൈവദോഷം പറയരുത് ഗോപാല. നിങ്ങളും ഉണ്ടായിരിക്കണം. പറയൂ. 30 പവൻ സ്വർണവും 75,000 രൂപയ്ക്കുമാ സാറേ കല്യാണം നിശ്ചയിച്ചത്. എല്ലാം വിട്ടുപെറുക്കി പലിശയ്ക്ക് പണം വാങ്ങിയും പരമാവധി ഞാൻ കൊടുത്തു തീർത്തു. 10,000 രൂപ കൂടി കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് കിട്ടാത്തതിന്റെ പേരിൽ തന്തയും തള്ളയും മക്കളും കൂടി എന്റെ മോളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് സാറേ. ഇടയ്ക്കിടയ്ക്ക് പണത്തിനു വേണ്ടി അവളെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കാനല്ലാതെ ഞാൻ ഈ കാശിന് എവിടെ പോവും? വീടിന്റെ ആധാരം പലിശക്കാരുടെ കയ്യിലോ സാറേ. എന്റെ മോളെ ഇവരൊക്കെ കൂടി കൊല്ലുമെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി. ഉടനെ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൾ ആത്മഹത്യ ചെയ്ത വിവരമാ സാറേ എനിക്ക് കിട്ടിയത്. ഒരുപക്ഷെ ആത്മഹത്യ തന്നെ ആയിക്കൂടെ? എന്റെ മോളയച്ച കത്ത് കണ്ട സാർ ഒരിക്കലും പറയില്ല. ആ കത്തെവിടെ? വീട്ടിലുണ്ട്. ആ കത്ത് സ്റ്റേഷനിലെത്തിക്കണം. ആ കുട്ടിയുടെ ഭർത്താവ് വന്നു? സർ, ഭർത്താവ്. എന്താ തന്റെ പേര്? വാസുദേവൻ. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാനൊരു തെറ്റും ചെയ്തില്ല സർ. അവൾ ആത്മഹത്യ ചെയ്തതാണ്. തനിക്കെന്താ ജോലി? ഞാൻ സോപ്പ് കമ്പനിയിലാണ് സർ. എന്തിനാണ് ഗിരിജ ആത്മഹത്യ ചെയ്തത്? അവൾ മാനസിക രോഗിയായിരുന്നു സർ. നിന്നോട് ദൈവം പൊറുക്കില്ലടാ. മാനസിക രോഗിയായിരുന്നെങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ? എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് സർ. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഗിരിജയുടെ ബോഡി ആദ്യം കണ്ടത് ആരാണ്? ഞാനാ സർ. എന്താ തന്റെ പേര്? സുരേന്ദ്രൻ. പോലീസ് സാക്ഷിയായി മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സർ. ഇതൊരു കൊലപാതകമാണ്. അതെങ്ങനെ ഇത്ര കൃത്യമായി നിങ്ങൾ പറയുക? ഞാൻ തൊട്ടപ്പുറത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് സാർ. ഈ വീട്ടുകാരെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പിന്നെ വേറെ ചില സംഗതികളുണ്ട് സാർ. അത് പരസ്യമായി പറയാൻ പറ്റില്ല. ശരി, നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരും. സാർ, ആംബുലൻസ് എത്തി. ശശി,
കുറെ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തണം. സർ. അവരോടൊക്കെ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. വേണ്ട, കേസും കോടതി ഒന്നും വേണ്ട. ഈ കേസ് ഞാൻ തന്നെ തീർത്തോളാം. നീ എന്തായി പറയുന്നേ? എന്റെ അളിയനെന്ന് പറഞ്ഞു നടന്നിരുന്ന ആ പട്ടിയെ ഞാൻ കൊല്ലും. മോനെ, നീ അവിവേകം ഒന്നും ചെയ്യരുത്. എനിക്കും നിന്റെ അമ്മയ്ക്കും ഇനി നീ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അച്ഛാ. രതീഷ്, നീ അവിവേകമൊന്നും ചെയ്യരുത്. ഈ കേസിൽ ആ കുടുംബത്തിലെ എല്ലാവരും കുടുങ്ങും. കോടതിയിലൂടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും. സാധിക്ക, ഈ കാശ് കയ്യിൽ വെച്ചോ. എന്തേലുണ്ട്? വെച്ചോ, ഇരുന്നോട്ടെ. ഗോപാലേട്ടനെ എന്തെങ്കിലും ആവശ്യം വരും. കോടിക്കേറാൻ വേറെ സ്ഥലം കണ്ടില്ല. ഹാമുക്ക ക്ഷമിക്കണം, ജീവിക്കാനുള്ള കൊതിയോണ്ടാ. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ഇടി കിട്ടിയാലും ഇജി നന്നാവില്ലോടാ പഹയ. വെറുതെ അല്ല അന്ന ആൾക്കാര് ഇടിമുട്ടിയേന്ന് വിളിക്കണത്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇപ്പൊ കിട്ടിയ ഇടിന്റെ കാരണം എന്താ? ഇതിന്റെ മുമ്പ് കിട്ടിയ ഇടിന്റെ കാരണൊക്കെ പൊങ്ങക്കറിയോ? ഇജി വേണീട്ട് സ്ഥലം കളിയാകാൻ നോക്ക്. ഇജി പോകുമ്പോഴേ നമ്മളെ മേശയും കസാരയൊക്കെ പിടിച്ചിട്ടിട്ട് പോയാൽ മതി. എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് ശരിക്കും കിട്ടണില്ല. നടാപ്പം മേശയും കസാലയും. ഹലോ, എവിടെ? ഇന്നലെ നിനക്ക് നല്ല കോളായിരുന്നല്ലേ, ഇങ്ങോട്ടൊന്നും കണ്ടില്ല. നമ്മുടെ ഗോപാലേട്ടന്റെ മോള് മരിച്ചറിഞ്ഞില്ല. ഇന്നലെ മുഴുവൻ ഞാൻ അവിടെ ആയിരുന്നു. അത് ആത്മഹത്യയല്ലെന്നാ പത്രത്തിൽ കാണുന്നത്. കൊലപാതകമാണെന്ന് ഉറപ്പല്ലേ? കേസില്ലേ? കേസൊക്കെ ഉണ്ട്. അതൊക്കെ വിധി പറഞ്ഞു വരുമ്പോഴേക്കും കൊല്ലം കുറെ കഴിയും. ചിലപ്പോ നിരപരാധിയാന്നും പറഞ്ഞ് വെറുതെ വിടാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ക്രിമിനൽസിനെ രക്ഷിക്കാൻ ആളുണ്ടാവും. സാധിക്കേ, എടാ നിനക്ക് കാശനാൾ ഷിഹാബാദാ പോണു, പോയി ചോദിച്ചു നോക്ക്. ചെല്ല്. ശിഹാബേ, എടാ ശിഹാബേ. ശിഹാബേ, നീ എന്റെ കാശ് തിരിച്ചു തരില്ലെങ്കിൽ അത് തുറന്നു പറയണം.
സാധിക നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? എടാ 10 100 ഞാൻ ഒരു കൂട്ടി വെച്ച എന്റെ കാശ ഒരു കൊല്ലം ഇനി തരാന്ന് പറയുന്നത്. എന്റെ ശമക്കൊരു അതിരുണ്ട്. നിന്റെ പെങ്ങളുടെ കല്യാണത്തല്ലേ കാശ്? കല്യാണം ഉറപ്പിച്ചല്ലോ. ആദ്യം നല്ല ചെറുക്കനെ കണ്ടുപിടിക്കേ. കല്യാണത്തിന് ഒരാഴ്ച മുൻപ് തരാനുള്ള 20,000 രൂപയും 10,000 രൂപ കടമായും 30,000 രൂപ ഞാൻ തരും. ഇത് സത്യം. എനിക്ക് വിശ്വസിക്കാമോ? എടാ ഞാൻ നിന്നെ പറ്റിക്കോ? എന്നെ എത്ര വട്ടം സഹായിച്ചാ നീ? ഞാനിപ്പോ വലിയ ബുദ്ധിമുട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാലോ? ആടോ, ധൈര്യമായിട്ട് പോ. അവനെന്താ പറഞ്ഞേ? അവൻ തരും. വലിയ വിശ്വാസമൊന്നുമില്ല. അല്ലേ തന്നെ ഇത്രയും വലിയ സംഖ്യ എന്തിനാ കടം കൊടുത്ത്? ഏയ്, അവൻ പറ്റിക്കൊന്നുമില്ല. എന്റെ കൂടെ പഠിച്ച എനിക്കറിയാവന്. അവൻ തരും. എല്ലാവരെയും വിശ്വസിക്കുന്ന നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ കേറിക്കാൻ സാധിക്കേ. നിന്നോട് 5ഉം 10ഉം കടം വാങ്ങുന്ന ആളുകൾ അത് തിരിച്ചു തരാനോ ഇഷ്ട പിന്നെയും കൊടുക്കും. ചില ബിരുദന്മാർ അത് വാങ്ങാനായിട്ട് കാത്തു നിൽക്കുക. ചോദിക്കുമ്പോ എങ്ങനെ ഇല്ല എന്ന് പറയാ? ഇല്ലാന്ന് പറയില്ലാന്ന് ഇവിടെ ഉള്ള കൊറേ അലവലാതിയൊക്കെ അറിയാം. കണ്ടാ സ്ഥലം വിടണ കണ്ടാ. ഹലോ, ആ അതെ, നോക്കട്ടെ. സാധിക്കേ ഫോണ്. ആ, ഹലോ. ആ ആ വീട്ടിലെത്താ തന്നെ വെക്കട്ടെന്നാ. ഓക്കെ, ശരി. അങ്ങാടിയിൽ നിൽക്കാൻ സമയമല്ല. ആ എങ്ങോട്ടാ? കുമാരേട്ടന്റെ മോക്ക് പ്രസവവേദന, ആസ്പത്രിയിൽ പോണം. ഇവന് വണ്ടി സ്റ്റാൻഡിലിടാൻ സമയമില്ല. നമ്മക്കാണെങ്കിൽ ഒരു ട്രിപ്പ് കിട്ടണേ കണ്ടവന്റെ കയ്യും കാലും പിടിക്കണം. ആ ഒരു ദിവസം വരും. പണ്ടത്തെ പോലെ കച്ചവടം തരപ്പ് തന്നില്ലല്ലോ ഐദ്രോസെ. കയ്യില് പണം വരുന്നില്ല. അല്ലെങ്കിലും ഇപ്പോ നിക്കാരും നോമ്പൊക്കെ എല്ലാവർക്കും പണം പടച്ചോന് തോന്നിയേൽക്കും. ബ്രോക്കറേജ് തന്നെ ആൾക്കാര് മര്യാദക്ക് തരുന്നില്ല. ഞമ്മക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. അത് ഈ ചോദിക്കാതെ തന്നെ ആൾക്കാർ തരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇടിമുട്ടി ഐദ്രോസെ. എന്താ അങ്ങനെ നോക്കണ്? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച പാണ്ടിക്കാട്ടക്ക് നമ്മൾ ഒരു കല്യാണം ഏർപ്പാടാക്കി കൊടുത്തു. എന്റെ ഐദ്രോസെ, ചെറുക്കന്റെ പൊര കാണണം. എന്താ വൽപ്പം! അവിടുത്തെ കാറ് കാണണം. വണ്ടി തട്ടി മരിക്കാൻ വിധി ഉണ്ടെങ്കിൽ ആ കാറ് തട്ടി മരിച്ചണം. എന്നാ പിന്നെ മുന്നിൽ കൂടെ ചാടിക്കൂടേനോ? അടിച്ച കാണാൻ. ആ, എനിക്ക് നല്ലൊരു കോള തോണു മാർക്കാരെ. ബെൻ എവിടെ പോയി? ആ, ഓൻ പോയ നന്നായിയാ. മുഴുവൻ എനിക്ക് തന്നെ എടുക്കാലോ. നിങ്ങൾ ആരെ തരീണത്? പാണ്ടിക്കാട്ടേക്ക് ഒരു കല്യാണം നടത്തി കൊടുത്ത ബ്രോക്കറെ നിങ്ങൾ അറിയോ? ഞാൻ തന്നെ എന്ന് പറയാ. കിട്ടണേ മുഴുവൻ എനിക്ക് ഒറ്റക്ക് എടുക്കാലോ. ആ ആള് ഞാൻ തന്നെ. ഏയ്, അയാളല്പം കറുത്തിട്ടാന്നാ മുതലാളി പറഞ്ഞത്. ഞാൻ ആദ്യം കറുത്തിട്ടേനി. ഇപ്പൊ വെയിലൊക്കെ വാട കൊണ്ട് കേട്ട് വെളുത്തതാ. ആ ശരി, എങ്കിൽ കാർ കയറൂ. ഞാൻ ഈ കാറിൽ കയറുന്ന നാട്ടുകാരത് കാണില്ലേ? എന്റെ അല്ലോ, എന്റെ അമ്മ.
കാറിൽ കയറിയതാരും കണ്ടിട്ടില്ലെങ്കിലും ഇറങ്ങിയതെല്ലാം ആംക്കളും കണ്ടിന്. അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. ആര് മെയ്തിട്ടിയോ? അന്നപ്പ തീരെ കാണാൻ കിട്ടണില്ലല്ലോ. ഞാൻ ഇന്നലെ ആചാര്യ കാണാൻ വന്നിരുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞു മകളെ കല്യാണം ഉറപ്പിച്ചൂലേ? എന്നേക്കാ? ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച. ദിവസം കുറവാണല്ലോ മെയ്തിട്ടിയെ. ഓൻ എവിടുത്തുകാരനാ? കൊണ്ടോട്ടിക്കാരനാ. അന്വേഷിച്ചിടത്തോളം ചെറുക്കന് കുഴപ്പമൊന്നുമില്ല ആചാര്യ. ആയിക്കോട്ടെ, ഒക്കെ പറിച്ചോ ഹൈറാക്കും. കല്യാണങ്ങളൊക്കെ കൂടെ നടത്തി തന്ന ആചാര്യ. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ പറഞ്ഞിരിക്കണ്. 1,00,000 ഉറുപ്പിയും 40 പവന്റെ പണ്ടോ? അപ്പൊ എന്ത് കണ്ടിട്ടാ മെയ്തിട്ടി എത്ര വലിയ സംഖ്യക്ക് ഉറപ്പിച്ചത്? എങ്ങട്ടാ ആചാര്യ നീ കാത്തിക്കണത്? മകക്ക് വയസ്സ് 21 പരിചയമുള്ള ഗൾഫുകാർക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ശ്രീധനം പോയൊരു പോക്കേ. ഒരു പണിയില്ലാതെ വയന്ന് നടക്കണോനും ചോദിക്കണത് ലക്ഷം. അല്ല മൊയ്തുട്ടിയെ, എന്നാ ഈ ലക്ഷങ്ങളായത്? ഈ പെണ്ണിട്ടുമ്പോ എത്ര വാങ്ങിയത്? എവിടെ ആചാര്യ, ഞാൻ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കിട്ടിയത് 8,000 ഉറുപ്പിയും 14 പവന്റെ പണ്ടമാണ്. അങ്ങനെ വരട്ടെ. അന്നത്തെ 8,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും ഇന്നത്തെ 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കാനും കഷ്ടപ്പാടൊന്നാ. അന്ന് എനക്ക് ശ്രീധനം തരാൻ എന്റെ അമ്മോസാക്ക എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെയ്തുട്ടിയെ, എത്ര കണ്ണീരുടിച്ചിട്ടുണ്ടാവും. അന്ന് എന്റെ അമ്മോസാക്കാനോട് എനിക്ക് ദയ തോന്നിയോ? ഇല്ല. അപ്പൊ മൂപ്പര അനുഭവിച്ച വേദന ഇരട്ടിയായിട്ട് ഇജ്ജ് അനുഭവിക്കേണ്ടി വരും. ഇത് ഇഞ്ച തീരുമാനമല്ല, പടച്ചോന്റെ നിയമ. മാനുവോ? ആ മൊയ്തുട്ടി ഇവിടെ വന്നിരുന്നു. ആ ഞാൻ അറിഞ്ഞു. ഓന്റെ കുട്ടിന്റെ കല്യാണം 28-ാം തീയതി. ഞാൻ കൊറേ ചീത്ത അറിഞ്ഞാ ഓനെ വിട്ടത്. ബോധം വരുമോന്ന് നോക്കട്ടെ. ഏതായാലും കല്യാണത്തിന് വേണ്ടി ഒത്താസജ്ജ് ചെയ്തു കൊടുക്കണം. ആയിക്കോട്ടെ. ഞമ്മളെ വകയായിട്ട് 5,000 ഉറുപ്പിയും കൊടുക്കണം. പെൺകുട്ടികളല്ലേ, എങ്ങനെയും കഴിച്ചിലായി പോട്ടെ. പണ്ടത്തിന് 6 മാസത്തെ അവധി ഞാൻ വാങ്ങിത്തരാം. പണം നിക്കാഹിന്റെ അന്ന് കൊടുക്കണം. ഓൽക്ക് വീട് നന്നാക്കണമെന്നോ കച്ചവടം തുടങ്ങണമെന്നോ ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു ബന്ധം നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ കിട്ടൂല. അവധി കിട്ടുന്ന കരുതി തൊള്ളേ തോന്നിയ പണ്ടമാണ് ഉറപ്പിക്കാൻ പറ്റൂല. ഇത് കൊടുത്തു വിട്ടേണ്ടേ ഞങ്ങൾ തന്നെയാണ്. നിങ്ങളെ കാണാതെ അപ്പോ വരൂലെന്ന് കരുതി അങ്ങോട്ട് കയറി. കണ്ണട വെച്ചത് നമ്മളെ പുതിയാപ്പള. ഇത് പെണ്ണിന്റെ ബാപ്പ. ഇത് പെണ്ണിന്റെ ആങ്ങള. അടുക്കളയിലുണ്ടേ ചായ ഉണ്ടാക്കുക. പിന്നെ ആദ്യം പെണ്ണാണിൽ അടക്കട്ടെ. ചായ അത് കഴിഞ്ഞിട്ട് മതി എന്നാ മരക്കാര് പറഞ്ഞത്. ഇജ്ജോളന്ന് പോയി ഒരുക്കിക്ക ചെല്. എന്നാല് ഔത്തുകൾ പോന്നോളി വരി. ആ അറിയല്ലേ, ചോദിക്കോളിന്ന് പോയി കണ്ടോളിന്ന്. ആ അല്ല, ഇവനെന്തിനാ കൂടെ പോണ്? ഇപ്പോഴത്തെ ഒരു കാലേ ചെറുക്കന് മാത്രം പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ പോരാ, ഓന്റെ ചങ്ങായിമാർക്കും പിടിക്കണം. അത് പെണ്ണ് കെട്ടുന്നോന്ന് നട്ടലില്ല. എന്നിട്ടാ സുഹൃത്തിനുണ്ടായാലും മതി. ഏതായാലും സീനത്തിന് ഓനക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടം മാത്രം പോരല്ലോ, പറയണ കാശും കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പാകത്തിനാക്കി തരാ. പെട്ടെന്ന് പുറത്ത് നമുക്കൊന്ന് കാണാനുള്ള അവകാശമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ പുതിയ ആപ്പിളക്കല്ലേ. അത് ഈ പറഞ്ഞത് വളരെ കറക്റ്റാ. സീനത്തിന് ഓൻ ഇഷ്ടപ്പെടും. വേഗം മേലിൽ ഇത്രയും വീടുകളിലേക്ക് എന്നെ പെണ്ണ് കണ്ടുകൊണ്ട് വന്നാൽ ചാവിട്ട് തന്നെ ഊരാൻ ഓടിക്കും.
എന്ത് കുലുമാല ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഏതായാലും ഇനി തല്ലുള്ളാതെ തടിയിരിക്കുക, അതപ്പൊ നല്ലത്. മോളെ എന്താ ഉണ്ടായത്? ആയിഷോ എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഇവിടെ ഉണ്ടായത്? എടി നിന്നോടാ ചോദിച്ചത്. ഞങ്ങളെയൊക്കെ നാണം കെടുത്താൽ മാത്രം എന്താ അവിടെ ഉണ്ടായത്? മാതാപിതാക്കളോടും ആങ്ങളാരോടും പറയാൻ പറ്റാത്തൊരു കാര്യം ആ കോന്തൻ ചെയ്യാൻ ശ്രമിച്ചു. അവനെ കാരണത്തിട്ട് രണ്ടങ്ങ് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. ദുരിതം നിറഞ്ഞ എൻ ജീവിതം, ദുഃഖത്തിലാണ് ഞാനീ വിധം. ദുരിതം നിറഞ്ഞ എൻ ജീവിതം, ദുഃഖത്തിലാണ് ഞാനീ വിധം. സ്വപ്നങ്ങളും എൻ്റെ മോഹങ്ങളും ഒന്നായി ഞെട്ടറ്റ് വീണൊരു
ആ വരുന്നതാ ഉമ്മറാക്കാന്റെ പോരാ പള്ളർച്ചും കിട്ടിയിട്ട് നിർത്ത് അനക്കത് കിട്ടണം കൂർപ്പേ എന്റെ ഏരിയ കയറിയിട്ട് എന്റെ കളി ഉമ്മർട്ടിയാക്കന്റെ കുട്ടിക്ക് പുതിയാപ്പളിന് ഉണ്ടാക്കേണ്ട എന്റെ ഡ്യൂട്ടിയാ അലിജി കയറി തലടണ്ട. എടോ ചെയ്യണ പണിക്ക് കുറച്ചൊരു സത്യസന്ധത വേണം. അതെനിക്കില്ല. അത് അനക്കുണ്ടോ? തേച്ചുണ്ട്. എന്തേ? എന്നിട്ടാണല്ലോ പാണ്ടിക്കാട്ടിന്ന് വന്ന ടീമിനോട് എനിക്ക് കിട്ടാനുള്ള ചോദിച്ചു വാങ്ങിയത്. ആ കാര്യം മുണ്ടി എന്റെ മോന്തക്കിട്ട് ഞാൻ കീറും. കണ്ടോ? ഇത്ര എന്റെ ഒക്കെ ധൈര്യമുള്ളൂ. എന്നെ പേടിച്ച് പായണ പാച്ചില് കണ്ടില്ലേ? ഇനി എന്റെ ഏരിയയിലെങ്ങാനും എന്നെ കണ്ടുകണ്ടേ എന്റെ മുട്ടുംകാലിലെ ചേറ്റ ഞാൻ ഉടക്കടോ. ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. പണ്ടൊരു കാര്യം പറഞ്ഞതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലോ. എവിടേക്ക് നോക്കിട്ടാ ഹംകാച്ചൊക്കെ പായണ്? ഏത് ബാപ്പാന്റെ തലി കഴിച്ച് പണിണ്? സുബ്ഹാനല്ലാഹ്, ദാ വരുന്നു. റബ്ബേ, കള്ള നായ്ക്കളെ, നിങ്ങൾ ഇഞ്ഞൊക്കെ പാടിയോണ്ട് കൊന്നോളിയടാ. മതം പൊട്ടി പായ ആരെയുടെ അങ്ങനെ കിട്ടി തുറന്നു വിട്ട്. ഇങ്ങോട്ടല്ലേ വരണോ പടച്ചോനെ? ഹൈദ്രോസേ, നിന്നെ തല്ലാനല്ല വിളിച്ചത്. അന്ന് ആളറിയാതെയാണ് നിന്നെ തല്ലിയത്. അതിന് പ്രായശ്ചിത്തമായി മുതലാളി കുറച്ച് കാശ് തന്നിട്ടുണ്ട്, അത് തരാനാ വിളിച്ചത്. എന്റെ തടിമാടന്മാരെ, എന്നാ നേരത്തെ പറഞ്ഞൂടേനോ? നിങ്ങൾ കാരനായി മണ്ടിന്റെ ഔത്തർച്ചും പതിരും കലങ്ങി പോയി. പിന്നൊരു സന്തോഷ വാർത്ത. ഇന്നു മുതൽ മുതലാളിയുടെ ആസ്ഥാന ബ്രോക്കറായി ഹൈദ്രോസിനെ നിയമിച്ചതായി മുതലാളി അറിയിച്ചിരിക്കുന്നു. ഇനി മുതൽ ഓരോ കൊല്ലവും മുതലാളിക്കുള്ള വിവാഹാലോചനകൾ നടത്തുന്നത് ഹൈദ്രോസ് ആയിരിക്കും. ഇനി ഹൈദ്രോസ് ചെയ്തു തരേണ്ട ഒരു സുപ്രധാന ജോലി കൂടി ബാക്കിയുണ്ട്. ഞങ്ങളെ പറ്റിച്ചു കിടന്ന ആ മരക്കാരെ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട്ടൊന്ന് എത്തിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഓക്കേ. പിന്നെ എപ്പോഴെങ്കിലും ആളെ മാറി തല്ലാണ്ട ഇങ്ങോട്ട് വന്നോണ്ടി, ഞാൻ ഇവിടെ ഉണ്ടാവും. മുങ്ങി നടക്കല്ലേ? എന്തിനാ നിനക്ക് അറിയില്ലേ? അതെന്ത് വർത്താന സാധിക്കായി പറയണത്? ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? കല്യാണം ഉറപ്പിച്ച കാശ് റെഡിന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ നീ മറക്കാതിരുന്നാ മതി. നിന്നെ കുറിച്ച് പലതും കേക്കുന്നുണ്ട്. എന്ത്? കള്ളു കുടിച്ച് അടിണ്ടാക്കിയെന്ന് ആദ്യം കേട്ടു. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത മറ്റൊരു വൃത്തികേറിലും നിന്റെ പേര് കേട്ടു. എന്റെ സാധിക്കേ, ഈ എന്താണ് ഈ പറയണത്? എന്റെ കൂട്ടുകെട്ടില് കുറെ അലവലാദികളുണ്ട്, ശരിയാ. പക്ഷെ ഞാൻ എന്തായാലും വേണ്ടാതരം ചെയ്യോ? എടതൊക്കെ ആരാ പറഞ്ഞു പരത്തുക? നിന്റെ കർമ്മങ്ങൾ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലം നിനക്ക് അനുഭവിക്കുക, അത് വേറെ വിഷയം. പക്ഷെ എന്റെ പൈസ പോയ തരിക. പിന്നെയും തുടങ്ങി.
പെങ്ങളെ കല്യാണം ഉറപ്പിച്ച തരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഷിയാബേ, ആ സമയമാകുമ്പോ നീ എന്നെ കൈവടിയരുത്. ഞാൻ ആകെ തകർന്നു പോകും. ഒരു രേഖയില്ലാതെയാണ് നിനക്ക് ഞാൻ 20,000 രൂപ തന്നത്. അതുകൊണ്ട് തന്നെ ആ കാശും 10,000 രൂപ വായ്പയും കൂടി 30,000 ഞാൻ തരുന്നു പറഞ്ഞത്. നീ ധൈര്യമായിട്ട് പോ സാധിക്കേ. എങ്ങട്ടാ മൂട്ടിൽ തീ പിടിച്ച മാതിരി പായണ്? ആ അന്നെ കണ്ടത് നന്നായി. നമ്മളെ പാറവർത്ത ബസീർ ഗൾഫിൽ നിന്നു പറഞ്ഞിട്ട് ഓൻ വന്നിട്ട് 4-5 ദിവസമായി. സുബ്ഹാനല്ലാ, കൊണ്ടുവന്ന് മുഴുവപ്പ് തീർന്നിട്ടുണ്ടാവും. അതിനെന്തോ കൊണ്ടെന്ന്. ആഹാ, ഒന്നും കൊണ്ടുവരാതെ ദുബായിന്ന് വരെ. എന്നാൽ ഓൻ തന്നെ മതിയല്ലോ. ആ പിന്നെ പറ്റ പുടുത്തം മുട്ട ബഷീർ വന്നാണ്. ആ പാവത്തിന് ചെത്തണ്ട. അതിനാട്ടിയും വലിയ പുടുത്തം മുട്ടാ ഞാൻ പോണേ. ആ ബഷീറിലൂട്ടിയ ഇവിടെ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ? ജി വന്ന വിവരം അറിയണേ ഞാനിപ്പളാ. കേട്ടപ്പം വണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ് ഖാന്റെ വിശേഷങ്ങള്? ഞമ്മക്കെന്ത് വിശേഷാ മോനെ. പെണ്ണുങ്ങൾ ആനപ്പേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിറുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റ് വരും. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്യ എടുത്ത് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം. ഓളി തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണല്ലോ. ഏടുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞപ്പോൾ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാ കുടിക്കല്. എന്നോട് പറഞ്ഞാൽ ഇപ്പോ റിപ്പയറിങ്ങിനുള്ള ഓടും മരമൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമ്മക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനോ നിർബന്ധം ഞാൻ ദുബായി പോകണം. ഐറ്റിങ്ങൾക്ക് വിവരമുണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ വേണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഈ ബസീർ ഒരു കേരുമ്പോട്ടാൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ. കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞ എന്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ഏരപ്പന് അന്റെ ബാപ്പ കൊണ്ട് കൊടുക്കും പെന്നും തീപ്പെട്ടി. ഒരുത്തൻ ദുബായിൽ നിന്ന് വന്നാണല്ലത്. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം കിട്ടാത്തതാണ് ആ പെന്ന്. അന്നൊക്കെ ദുബായി പാർണ ചോന ചവിട്ടണോ? അയിമലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൽ കൂടിയ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കല്യാണം ഉണ്ടാക്കിയാണ്. നോക്കിക്കോണ്ടി. ഇസ്ലാമായ പെണ്ണ് കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇസ്ലാം ആയാല് പിന്നെ അന്നെ പെണ്ണെട്ടിക്കൽ ഇന്റെ ബാധ്യത. പക്ഷേ
അന്നെപ്പോലൊരു മുർച്ചുത്ത് ഇസ്ലാമിന് പെണ്ണ് കെട്ടിച്ച് തരണമെങ്കിൽ കമ്മീഷൻ കൂടും. പൗതി മതിയോ? പെണ്ണ് കെട്ടിച്ച് തന്നാ പിന്നെ എന്റെ ലൂട്ടി കഴിഞ്ഞ് പിന്നെ കുടുങ്ങാതെ നോക്കണ്ടേ ഇജ. അല്ല, ഇതിപ്പോ പെട്ടെന്ന് കുടുങ്ങണ പരിപാടിയാണോ? പെട്ടെന്ന് കുടുങ്ങാതിരിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ മൂസാജി എന്ന് പറയുന്ന ഒരു പ്രമാണിണ്ട്. മൂപ്പര അന്നാട്ടിലൊരു കാരണോര് എന്റെ അടുത്ത സുഹൃത്താ. ഇസ്ലാമായി വന്ന പലരും മൂപ്പര് നല്ല നല്ല ജോലിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഗൾഫില് പറഞ്ഞിട്ടുണ്ട്, പെണ്ണും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം എജ്ജ് പോയി മൂപ്പരെ ചാക്കിടണം. പിന്നെ ഒരു 5 കൊല്ലത്തിന് അനക്ക് ആരും പേടിക്കണ്ട. എന്നാലേ ഈ ഒരു 50 ഉറുപ്പ്യ നാട്ടിക്ക. 100 ചോദിക്കേനി. എന്നാ ഞാൻ ഇപ്പം തന്നെ ഇസ്ലാമാകുക. വൈകുന്നേരമായിട്ട് പോരെ? പോരാ, ഇപ്പം തന്നെ വേണം. 4 കലിമ ചൊല്ല്. എന്ത് കലിമ ചൊല്ലടോ? ഇസ്ലാം ആകണമെങ്കിൽ ആദ്യം കലിമ ചൊല്ലണം. എന്നാ ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി. ഇത് അനക്കാണ് ചൊല്ലിയാല്? ആദ്യം നിങ്ങൾ ചൊല്ലിത്തരി, അത് കേട്ട് ഞാൻ ചൊല്ലാം. അത് ശരി, ജിന്ന ഇസ്ലാം ആക്കുക. അതല്ല കാക്കേ, നിങ്ങൾ പറഞ്ഞ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല. തുടങ്ങി ഇനി ഇത് പിടിച്ചാ കിട്ടൂല. കാക്കേ നിക്കി നിക്കി, നിങ്ങളെ പറഞ്ഞ സാധനം തരി. ഞാനൊരു പുതു മുസ്ലിമാണ്. ആചാര കണ്ടാൽ എല്ലാ സഹായവും ചെയ്തു തരുന്ന ആളുകൾ പറഞ്ഞ്. എന്ത് സഹായ വേണ്ടത്? പെണ്ണ് കെട്ടണം. ആചാര സമ്മതം മാത്രം മതി. പെണ്ണിനെ മരക്കാര് കണ്ടുപിടിച്ചു തരും. എന്നാ മുസ്ലിമായത്? കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇസ്ലാമിലിപ്പോ ആളെ തയഞ്ഞിക്കണ്. പുതിയ ഒഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ആളെടുക്കണില്ല. വല്ല ഒഴിവും വന്നാല് അറിയിക്ക. കാണാരാ കാണാരാ. അഡ്രസ് കണാറിന്റെ അടുത്ത് കൊടുത്താ മതി. ഇനി സ്ഥലം വിട്ടോ. കാണാരാ, പെണ്ണെട്ടാൻ വേണ്ടി ദീനുൽ ഇസ്ലാമിൽ കൂടുന്നോല ആ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ കൂട്ടത്തില് ഇതും വാങ്ങി വെച്ചളാ. എന്തേ കാണാരാ? എടോ, അന്നെപ്പോലെ പെണ്ണ് കെട്ടാനും മൊയ് ചെല്ലാനും തോന്നുന്ന പിരാന്തന്മാർക്ക് കേറിക്കൂടാനുള്ള താവളല്ല ഇസ്ലാന്റീന്. തലയിലൊരു തൊപ്പി വെള്ളക്കുപ്പായോ ഇട്ടതുകൊണ്ട് മാത്രം ഒരുത്തനും മുസ്ലിം ആകാൻ പറ്റൂല. മനസ്സിലായോ? ഈ പരിസരത്തൊന്നും എന്നെ കണ്ടുപോകരുത്. ഞാൻ പറഞ്ഞ കേട്ടോ? എന്നാ വിട്ടോ. എന്നാലേ ഞമ്മക്ക് ഇനി വിഷയത്തേക്ക് കിടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ചോദിക്കാണ്ടോ? അതെന്ത് ചോദ്യാചാരേ? ഞമ്മക്ക് കുട്ടിനെ തന്നാ മതി. അതിപ്പോ അങ്ങനെ പറഞ്ഞാ പറ്റൂല. ചെറുക്കന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ കൊടുത്തത് 60 പവനാ. ഓനങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞും കൊണ്ടിരിക്കും. അത് നിങ്ങൾ കാര്യാക്കണ്ട. ഈ മറുപടി പരസ്യമായിട്ട് കേൾക്കാനാ ചോദിച്ചത്. പിന്നെ എങ്ങനെ ഒരു വിഷയം പൊന്തി വരരുതല്ലോ. സംഗതി കുറച്ചൊക്കെ കിട്ടിയ തിരക്കല്ലാന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ചെറുക്കന് പണ്ടം പണം വേണ്ട, എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട. നാട്ടിൽ നടക്കുന്ന എല്ലാ കല്യാണ ചർച്ചകളിലും കാരണവരായി കയറി കൂടി അതും ഇതും വിളിച്ചു പറയുന്ന ഈ സ്വഭാവം ഇന്നത്തോടു കൂടി നിർത്തിക്കോളി. സ്ത്രീധനൊന്നുമില്ലാതെ നല്ല നിലക്ക് ഉറപ്പിക്കാൻ പോകുന്നൊരു കല്യാണമാണിത്. ഇത് കൊളാക്കിയ സാധിക്കേണ്ട തനി സ്വഭാവങ്ങൾ അറിയും. ഇനി സരസ്ന്ന് എന്തെങ്കിലും ഒരു അക്ഷരം മുണ്ടിയ അവിടെ ഇട്ട് കയ്യും കാലും അടിച്ചുടിക്കും. ഞാൻ പോയിക്കോളി. മാമൂലുകളൊന്നും ഞങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങളെ ഭാഗത്തുനിന്ന് വേണ്ട. എന്തേ ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് കരുതി ഇരിക്കായിരുന്നു. ഇങ്ങനത്തെ ഒരു ബന്ധത്തിനും വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. എന്താ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളി. എന്താച്ചാ മഹർ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ പറയണം. പെണ്ണിന് 10 പവൻ പണ്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ 1 പവൻ മഹർ എന്നാണ് പുതിയ സമ്പ്രദായം നിലവിലുള്ളത്. ഇക്കണക്കിന് 5 പവൻ മഹർ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാല് 50 പവന്റെ പണ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ നിങ്ങളെ ഈ ചോദ്യത്തിന്റെ അർത്ഥം? അയ്യന്റെ ആചാരെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മഹർ പെൺകുട്ടിന്റെ അവകാശമാണല്ലോ. ഇത്ര വേണം ഇന്നത് വേണമെന്ന് പറയാനുള്ള അവകാശം ഓൾക്കല്ലേ. അതറിയാൻ ചോദിച്ചതാ. വളരെ നന്നായി. കുറച്ചാൾക്കാർക്കെങ്കിലും ഈ ഒരു ബോധമുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഞമ്മളെ നാട്ടില് മെഹർ പെണ്ണിന്റെ അവകാശാന്ന് ഒരുത്തനും അറിയില്ല. സ്ത്രീധനം പുരുഷന്റെ അവകാശാന്ന് നന്നായി എല്ലാവർക്കും അറിയാം. ഏതായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഓള് പറയണമെന്നില്ല, ഉമ്മർ പറഞ്ഞാലും മതി. എത്രയും വരെ മെഹർ ചോദിക്കണേ? ഓലക്കോട് കജിണ എന്താച്ചാ കൊടുത്തോട്ടെ. അത് പൊന്നെ ആവണം ഞമ്മക്ക് നിർബന്ധമല്ലല്ലോ. എന്നാ പിന്നെ നമ്മക്ക് ആ കല്യാണത്തിന്റെ തീയതിയാണ് ഉറപ്പിക്കുക. ആ ആയിക്കോട്ടെ. എടാ ആ കലണ്ടർ ഒന്നും എടുത്താ. അപ്പം മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച, ജമാഅത്തുൽ അവ്വൽ 4-ാം തീയതി. എന്താ പറ? ഞമ്മക്ക് സമ്മതം ആചാരെ. അല്ല അതിപ്പോ എന്തേ? എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതങ്ങോട്ട് ഉറപ്പിച്ചു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങും, ഒരു കാര്യം പറയാണ്ട്. നിങ്ങളെ കല്യാണം ഉറപ്പിച്ചോ? അതെ. ആ ബന്ധത്തിന് പിന്മാറുന്ന നിനക്ക് നല്ലത്. കാരണം സീനത്തും ഞാനും പറ്റിയ സ്നേഹത്തിലാ. നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോണ്. മാത്രമല്ല ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇതാകെ പുടുത്തം വിടുന്നാ തോന്നുന്നത്. എന്റെ കുറെ ഫ്രണ്ട്സിനെ കൂടി വിളിക്കണം. റിയാസേ, ഇത് ഈ പെണ്ണിട്ടുന്ന കല്യാണമല്ല, പെങ്ങളെ കല്യാണം. ഒരു 2000 ആളെ വിളിച്ച് ബിരിയാണി വെച്ചു കൊടുക്കാൻ നമുക്ക് ആഗ്രഹമില്ലായിട്ടല്ലോ. പക്ഷെ ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയൂല. വലിയ മോലാളിമാര് നാളൊട്ടാകെ പന്തലിട്ട് ആർഭാട കല്യാണം നടത്തുന്ന മാതിരി നമ്മൾ ഇറങ്ങി തിരിച്ചാലേ പിന്നീട് കരയേണ്ടി വരും. ഓൻക്ക് അനങ്ങിയാലൊരു ചങ്ങായിമാര് പൊരക്കാരെന്തായാലും ഓൻക്ക് വിഷയല്ല. ഇതൊക്കെ എങ്ങനെയാണ് ഒപ്പിച്ചുണ്ടാക്കണേന്ന് ഈ ആലോചിച്ചിട്ടുണ്ടോ റിയാസേ? നീ എല്ലാരും ഇന്റെ നേരെ, ഞാൻ ആരെയും വിളിക്കല്ല. എന്നാ പോരെ. ഓ പോയി അച്ഛൻ. ഏകദേശം 250 ആൾക്കാരായി. തൽക്കാലം അതിൽ നിൽക്കട്ടെ. വിളിക്കാൻ തുടങ്ങിയ ഈ നാട്ടിൽ ആരെ ഒഴിവാക്കുക? ഇപ്പൊ ഉള്ള മാതിരിയാണെങ്കിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. കല്യാണം അത്രയൊക്കെ മതി. ചോറ് ഉപയോഗിച്ചാൽ മാത്രം പോരല്ലോ. ഓലൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒരു 10-25 പവനെങ്കിലും കൊടുക്കണ്ടേ? അതൊക്കെ ഒരു മോശം വരാതെ നമുക്ക് ചെയ്യാം. അതിനാരെ മുമ്പിലും കൈ കിട്ടാൻ പോണ്ട. അവിടുന്ന് ഇവിടുന്ന് പിരിപ്പിച്ച് ഒരു 5 പവൻ കൂടുതൽ കൊടുക്കണേക്കാട്ടും നല്ലത് 2-3 പവൻ കുറയണതാ. പിന്നെ കുടുംബത്തിലോ കല്യാണം പറയാൻ ഉപ്പയും ഉമ്മയും സീനത്തും കൂടി പോകണം.
ഞാനും റിയാസും മറ്റുള്ളടത്തൊക്കെ പറയാം. ആ പിന്നെ പണ്ടം വാങ്ങാൻ നമുക്ക് എല്ലാവർക്കും കൂടി അടുത്ത ആഴ്ച പോവാം, പോരെ? അല്ല വാപ്പേ, ഈ ലോകത്ത് 10,000 കണക്കിന് നല്ല നല്ല പേരുണ്ടല്ലോ. എന്നിട്ട് എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച പേരാ മമ്മദ്. അല്ല, മെൻസന്മാരുടെ ഇറങ്ങിയെടുക്കാൻ വയ്യാതായി. അതിന്റെ വല്യാപ്പാന്റെ പേരാ. എന്നാ പിന്നെ വല്യമ്മാന്റെ പേരിട്ടൂടേനിയോ? തായ്യമ്മ വല്ല ചൈനക്കാരാണെങ്കിലും വിചാരിച്ചോളൂ. അനക്ക് ഞാനേ അഷേഖ് അബ്ദുറഹ്മാൻ അൽബക്കാനി അൽ ഖാദിന്ന് പേര് തരാം. ഇത് നന്നാവോ? എടോ ചെങ്ങായി, പേരിലൊന്നും വലിയ കാര്യമല്ല. ജീവിക്കാൻ പഠിക്കണം. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്നെ തലയെ വെച്ച് കൊണ്ടു നടക്കാൻ പെടാ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണേ കേക്ക്, ജി എന്റെ കൂടെ നിൽക്ക്. അതൊന്നും ഒരു അന്തസ്സുള്ള പണിയല്ല അപ്പേ. ജി എത്രാം ക്ലാസ് വരെ പഠിച്ചാണ്? 7ാം ക്ലാസ് വരെ. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട്. ആ പണി പറ്റും എനിക്ക്? ഊതിയതല്ലേ? അല്ല, മാന്തിയതാ. ഈ കൊല തൊടാൻ നേരം തളപ്പാർക്കരുത്. നിന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോറ്റുണ്ടാക്കേണ്ടി ഇജ്ജാ. പഠിച്ചമ്പരാനേ, അതിനൊന്നല്ലേ കിയാമത്ത് നാൾ വേഗം ഇങ്ങോട്ട് വരിക. ഈ അതും ഇതും പറഞ്ഞിക്കാതെ എന്റെ പണിക്ക് ഇങ്ങോട്ട് ഇറങ്ങ്. അതെനിക്ക് പറ്റുമോ? അതിന് നിങ്ങളെ പണിന്റെ ഒരേ ABCD എനിക്കറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് സ്നേഹം, ദയ, കാരുണ്യം, അനുകമ്പ, കുറ്റബോധം, ഇതൊക്കെ എനിക്ക് ഉണ്ടോ? ഓ, അതൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. ആഹാ, ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട. പിന്നെ തരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം. അതെനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഗുണല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി. ഇനി ട്രെയിനിങ്, അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം. ഉദാഹരണമായി ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും. അതുപോലെ ഒരു പൊരയിലെ 5 പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഏട്ടന് ഒരു പൊര വേണ്ടി വരും. തീർന്നോ? തീരെ. എടോ, ഈ രംഗത്തുള്ള അറിവ് കടല് പോലെ പരന്ന് കിടക്കുക. അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്ക് തന്നെ കിട്ടിയുള്ളൂ. എന്നിട്ട് തന്നെ എന്റെ അറിവ് എത്ര ഉണ്ട്? എന്നാ ബാക്കി പറയ്. ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാല് ഓന്റെ പറമ്പിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ പാഞ്ഞെത്തണം. കല്യാണ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരെ കണ്ടാല് അനക്ക് ഞാൻ 50 വാങ്ങിത്തരാം, അനക്ക് ഞാൻ 75 100 വാങ്ങിത്തരാം, അനക്ക് ഞാൻ 1 ലക്ഷം കാറും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഓലെ കോതിപ്പിക്കണം. കിട്ടാൻ പോണ പണ്ടത്തിന്റെയും പണത്തിന്റെയും കണക്ക് പറഞ്ഞ് ഓലെ തന്തമാരങ്ങോട്ട് മയക്കണം. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീട്ടിലെയും മുഴുവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം. കല്യാണം നടന്നാലും മുടങ്ങിയാലും ഞമ്മക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം. മറ്റു ബ്രോക്കർമാരെ കച്ചവടത്ത് പൂയി വാരിടണം. അവര് ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം. ആവൂ, ഇത്ര മാത്രം അറിവ് എന്റെ വാപ്പക്കുണ്ട് ഞാൻ അറിയാതെ പോയി. എന്നോട് ക്ഷമിക്കണം വാപ്പേ. ഇന്ന് മുതൽ നമ്മളൊന്നാ. അന്റെ ഡ്യൂട്ടി സ്ഥലം പോയന്റെ അക്കരെ. അവിടെ ഇതുവരെ എന്റെ കണ്ണെത്തിയില്ല. ആ ഓക്കെ, ഇത് ഞാൻ ഏറ്റു. ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാന്നുള്ളത് ഏതൊരു ബാപ്പാന്റെയും പൂതിയാ. എന്നാലും എന്റെ മകന് ഇത്ര വേഗം ഒരു പണി കിട്ടുമെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ഇതാരാത്? ഒരുപാട് വലിപ്പം വെച്ചിട്ടല്ലോടാ. പെണ്ണെട്ടാളെ പ്രായമായിന്. ഒന്ന് കെട്ടിക്കാളേ, 100 വാങ്ങി തരാ. എന്താടാ ഉണ്ടന്മാരി ഒന്നും പെണ്ണിട്ടുന്ന കാര്യത്തിൽ ഒരു സുസ്കാന്തി ഇല്ലാന്ന്. എന്താ ചെയ്യ എങ്ങനെയാണെങ്കിൽ? ബ്രോക്കർമാരാരെങ്കിലും കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം ഓലം കെട്ടി ഏൽപ്പിക്കഴിഞ്ഞു. ഏടുന്നപ്പ വർത്താനം കേൾക്കണേ? നമ്മ പറ്റിയ കാര്യാണല്ലേ. മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കാണ് കുഞ്ഞാമിന. അതുകൊണ്ടൊന്നും അന്റെ സോക്കട് മാറൂല. എങ്ങനെ മാറുക? ഏത് നേരം
മാളുവോ മാളുവോ എന്നുള്ളൊരു വിചാരമല്ല എനിക്കുള്ളൂ. ഞാൻ കൊയങ്ങി കയറി വരുമ്പോ ഒരു ഗ്ലാസ് കഞ്ഞിന്റെ വെള്ളം തരാൻ എനിക്ക് ഒഴിവില്ല. അപ്പോഴും ഈ മാളുവിന്റെ ചൊറുക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും. എന്നാ ഈ ഗുളിക അങ്ങോട്ട് കുടിക്ക്. ഞാനൊരു കാര്യം തീരുമാനിച്ചിക്കണ്. ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിന. നിങ്ങള് പറയുന്നു മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക. അതന്നെ. ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്ക് കൊടുക്കുള്ളൂ. കണ്ട അറിവാർക്കും കന്നൂട്ടുകാർക്കും ഒന്നും കൊടുക്കൂല. എന്താ അനക്ക് സമ്മതല്ലേ? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി, ഞാനൊന്നും പറയണില്ല. ഇനി മുതല് അനക്ക് ഞാനും എനിക്ക് ഇയും മതി. മാള് പോട്ടെ. ആരാത്? ആരാ? ഞാൻ മമ്മദ്, പോയന്റെ അക്കരേന്നാ. ഹൈദ്രോസിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടാലും ഇല്ലെങ്കിലും മൂപ്പര മോനാ ഞാൻ. നിങ്ങൾ അകത്തുനിന്ന് മാളുവിന്റെ കാര്യം പറയണതൊക്കെ ഞാൻ കേട്ട്. നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ മാളുവിനൊരാളും കൊണ്ട് ഞാൻ നാളെ തന്നെ വരും. പിന്നെ അതെ, നിങ്ങളൊന്നും പറയണ്ട. മമ്മ നേറ്റു. എടോ പിന്നെ മാളോ നല്ലോണം കുടിച്ചോ. എന്നെ കാണാതെ ചില ആളുകളൊക്കെ വരും. ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ. അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇജ് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുള്ളൂ. അറിവാർക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല. എന്നാ പോരാ എനിക്ക്. ഇതെന്താ പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലാത്തത്? ഇതന്നല്ല പോരാ മമ്മദ്? തന്നെ ആ ഞങ്ങള് മാളുവിനെ കാണാൻ വന്നോലാ. ഓർമ്മല്ലേ? ആ കാതിറാക്ക അവിടെ അല്ലേ? ആ ഉണ്ട്, അത്തേക്ക് കേറിയിരിക്കും. ഒരു കാര്യം ആദ്യം തന്നെ പറയാണ്. നമ്മളെ മാളുവിനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല. പട്ടിണി കിട്ടിട്ടുമില്ല. പള്ള നിറച്ചും തിന്നാൻ കൊടുക്കും. ഇപ്പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യുന്ന ഉറപ്പ് തന്നാലേ നമ്മളെ പെണ്ണുങ്ങള് ഈ ഇടപാടിന് സമ്മതിക്കുള്ളൂ. അതൊക്കെ പ്രത്യേകം പറയണോ? ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ളോല ഓല്. അപ്പൊ നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരൂല. ഇതിനു മുമ്പ് 2-3 60 വന്നിരുന്നു. അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല. നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത്. അല്ല, നമ്മളെ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെ? പണ്ടും പണിയൊക്കെ പിന്നെയും പറഞ്ഞ പോരെ. ആദ്യം പെണ്ണ് കാണലങ്ങനെ നടക്കട്ടെ. ആ പെണ്ണ് കാണല്? ഈ നല്ലൊരു തമാശക്കാരനാന്ന് തോന്നണല്ലോ. ആ ഓൻ ഭയങ്കര തമാശക്കാരനാ. എന്റെ മോനാ. ചിലപ്പോ അവന്റെ വർത്താനം കേട്ടണ്ടേ ഞാൻ തന്നെ ചിരിച്ച് പൂതിട്ടോ. എന്നാ പിന്നെ എല്ലാരും എന്റെ കൂടെ പോന്നോളി. ആ എല്ലാരും പോരി. അല്ല പുറത്തുനിന്നാ പെണ്ണാണല്ലേ? ഹൈദ്രോസേ ഇവിടെ വാ. പുറത്തുനിന്നാടോ പെണ്ണ് കാണല്? ആ ആയി ചിലപ്പോ നല്ല വെളിച്ചത്തിന്ന് കാണാനായിരിക്കും. നിങ്ങൾ വരീന്ന് വര്. ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കേ. പെണ്ണിന് ഔത്തുനിന്ന് കണ്ടാ പോരെ. ആ ഈയും വലിയ തമാശക്കാരനല്ലേ. ഇങ്ങോട്ട് ബെരിന്ന് ബെരി. ആ നിക്കി, ഒരു കഷ്ണം കയറെടുക്കട്ടെ. കയറോ? ഇതെന്തൊരു പുതുമ പഠിച്ചോനെ. പെണ്ണ് കാണാൻ എന്തിനാ ഹൈദ്രോസേ കയറ്? ആ അതെ, ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര നാണാ. വിളിച്ചാ വരൂല. അപ്പൊ കയറിട്ട് വലിച്ചുകൊണ്ട് വരാനായിരിക്കും. അല്ല വാപ്പി, ചില പെണ്ണുങ്ങളെ പുതിയാപ്പിളിനെ കാണുമ്പോ മണ്ടിയാളു ഓലെ പിടിച്ച് കെട്ടിടാൻ വേണ്ടിട്ടായിരുന്നു. അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്കുക, നമ്മൾ പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ? ജി സബൂറാ. മാളുവിനെ കണ്ടാല് ജി ഇപ്പൊ നിക്കാ കഴിച്ചുണ്ടോണെന്ന് പറയും. അമ്മ അതി സാധന. നിങ്ങൾ കണ്ടീണോ?
കണ്ടിണോന്നോ? നല്ല ചോദ്യം. വരി. അല്ല, ഇവിടുന്ന പെണ്ണ് കണ്ണ്? പെണ്ണ് കാണേ? എന്തൊക്കെ നിങ്ങൾ ഈ പറയണേ? അപ്പൊ മാളൂനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു. മമ്മദേ, അന്റെ തടിജി കാത്തോ. മോളെ ഇവിടെ ഒത്തുകൊണ്ടേക്ക് അടുത്തേക്ക. ആ എന്തായി? വിവരം വല്ലതും കിട്ടിയോ? ഒരു വിവരമില്ല ഗോപാല. എന്താണിപ്പൊ നീ ചെയ്യ? നേരാണെങ്കി 12 മണിയായി. എനിക്കാണെങ്കി ആപ്പാടെ ബേജാറാണ്. നിങ്ങൾ ബേജാറാവല്ലേ, ഓൻ വരും. ചിലപ്പോ അവനെ ദൂരേക്ക് വല്ല ട്രിപ്പും കിട്ടിയിട്ടുണ്ടാവൂ. എത്ര വലിയ ട്രിപ്പാണെങ്കിലും ഓ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഇവിടുന്ന് പോലുള്ളൂ. വരാൻ പറ്റൂലെങ്കിൽ ഓ ഫോൺ ചെയ്ത് പറയും. ഇതിപ്പോ രണ്ടുമില്ല, ആകെ കൂടി മനസ്സിൽ ബേജാറ്. റിയാസ് എവിടെ പോയി? ഓനോ? ഓ പള്ളറച്ച് ചോറുന്ന് പോത്തിനെ പോലെ കടന്നുറങ്ങണതാ. അപ്പോഴേ നിങ്ങൾ എണീക്ക്, നമുക്ക് ആ ബൂത്തിലോട്ട് പോയിട്ട് ഹാജിയാർക്ക് ഫോൺ ചെയ്യാം. ഹാജിയാർ എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കൂല. ഈ സമയത്ത് ബൂത്ത് തുറക്കോ ഗോപാല? 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ബൂത്തുകളില്ലേ? ആ അത് നേരാ. ആയിഷോ, ഇഞ്ചു കുപ്പായ എടുത്താ. മോനെ, ഈ വീട്ടിൽ പോയിക്കോ. വീട്ടിലെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ആ ചെല്ലേ. ആയിഷോ, നിങ്ങൾ വാലടിച്ച് കടന്നോളി, ഞങ്ങൾ വന്നിട്ട് വിളിക്കാം. നടക്കേ. ആയിഷോ, വാലറക്ക്. ഇരിക്കു ഗോപാല. നെയ്യൾപ്പേക്കോ ഗോപാല, നേരെ 1 മണിയായില്ലേ. നിങ്ങൾ ആദ്യം അകത്ത് കയറി വാതിലടയ്ക്ക്, എന്നാലേ ഗോപാലൻ പോവുള്ളൂ. എങ്ങനെ ഗോപാല ഞാൻ ഉറങ്ങ? എന്നാ നേരം വെളുക്കുന്നവരെ നമുക്ക് ഇരിക്കാം. ഇങ്ങോട്ട് കേറി ഇരിക്കാചാരെ. എന്തിനാ പാചകങ്ങൾ ഈ അന്തിപ്പായരാക്കേണ്ടി പോന്നത്? അതൊരു വിഷയമല്ല, സംഗതിയല്ല മറേ. ഈ ഇങ്ങനെ കുത്തിരുന്നത് കൊണ്ട് കാര്യമല്ല. ഓൻ വരുമോ നോക്കുക, ഇല്ലെങ്കിൽ രാവിലെ അന്വേഷിക്ക. ഓൻ ഒരു പെൺകുട്ടിയൊന്നുമല്ലല്ലോ, ഒരു ആൺകുട്ടിയല്ലേ. എന്നാ ഓനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ വരൂലാന്ന്? എങ്ങട്ട്? ഇവിടെ ഫോണുണ്ടോ? ആരാന്റെ പേരേക്ക് അന്തിപ്പാതിരൊക്കെ ആരെങ്കിലും വിളിച്ചു പറയോ? പ്രത്യേകിച്ചും സാദിക്ക്. ഫാറൂഖ് ആണെങ്കിൽ രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതാ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒന്നുകൂടി നോക്കട്ടെ. ജാത്തുകാരി കടന്നാൽ പറ ചെല്ലേ, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. കുറെ നേരായി ഇത് തന്നെ ഞാനും പറയുന്നു. കേറി വാതിലടച്ച. ആ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കണം.
ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിന്റെ വണ്ടി വിളിച്ചോണ്ട് പോയതിൽ പിന്നെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് ഏറ്റവും അധികം ഓട്ടം കിട്ടുന്നത് മിസ്റ്റർ സാദിഖിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവനോട് പകയും അസൂയയും. അവനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കെ എനിക്കറിയേണ്ടത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ സാദിഖിനെ കൈകാര്യം ചെയ്തത്? 2, നിങ്ങൾ 3 പേരെ കൂടാതെ എത്ര പേർ ഈ കടുങ്കയ്ക്ക് കൂട്ടുനിന്നു? സർ, ഞങ്ങൾക്ക് അവനോട് അസൂയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു തെറ്റായ രീതിയിലല്ല സാർ. ഏതർത്ഥത്തിലും സാദിഖ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്. ഞങ്ങൾക്ക് അവനെ വളരെ ഇഷ്ടവുമാണ്. തെറ്റായ രീതിയിലല്ലാത്ത അസൂയ. കൊള്ളാം. പോയിക്കോ. പിന്നെ ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിന്റെ വണ്ടി വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു ആ പാർട്ടി? പുതിയ പുരക്കൽ കുഞ്ഞാലി. പോയിക്കോ. സർ, 2 പേർ കാണാൻ വന്നിരിക്കുന്നു. അവർക്ക് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ട്. വരാൻ പറയൂ. നമസ്കാരം സർ. ഇരിക്കൂ. എന്താ നിങ്ങളുടെ പരാതി? സാർ, മെനിയാന്ന് കാണാതെ സാദിഖിനെ കുറിച്ച് ഇവന് ചിലത് പറയാനുണ്ടെന്ന്. പറയൂ. എന്റെ ഒരു ബന്ധുവിന്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ രാവിലെ കൽപ്പറ്റയിലേക്ക് പോയതായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞാൻ ഒരുപാട് വൈകി. അടിവാരത്തെത്തിയപ്പോൾ സാദിഖിന്റെ ജീപ്പ് കണ്ട പോലെ തോന്നി. ഞാൻ ബൈക്ക് തിരിച്ചു. സാദിഖ് തന്നെയായിരുന്നു അത്. ഈ വിവരം നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ അറിയിച്ചില്ല? ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യ വീട്ടിലേക്കാണ് പോയത്. ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത്. അപ്പോഴാണ് സാദിഖ് 2 ദിവസമായി മടങ്ങി വന്നിട്ടെന്ന് അറിയുന്നത്. മുരളി, നിങ്ങൾ തന്ന ഈ ഇൻഫർമേഷൻ ഒരു വഴിത്തിരിവായേക്കും. നിങ്ങളുടെ സഹായം ഇനിയും ആവശ്യമായി വന്നേക്കും. തീർച്ചയായും സാർ. തൽക്കാലം ഇത് വളരെ രഹസ്യമാക്കി വെക്കണം. എന്നാലേ പ്രതികളെ നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മുരളി, ഇവർ തരുന്ന അഡ്രസ് വാങ്ങി കക്ഷികളെ വളരെ രഹസ്യമായി നിരീക്ഷിക്കണം. മഫ്റ്റീൻ മതി. ആർക്കൊരു സംശയം ഉണ്ടാവരുത്. പിന്നെ ആ കക്ഷികളുടെ അടുത്ത എക്സ്ക്യൂസ് മീ. ഹലോ, ഇൻസ്പെക്ടർ പ്രതാപ് ഹിയർ. പറയൂ. മൈ ഗോഡ്. ഓക്കെ, ഞാൻ ഉടനെത്തും. അല്ല, ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഐ എം സോറി മൈ ഫ്രണ്ട്സ്. നിങ്ങൾ ഭയപ്പെട്ട് സംഭവിച്ചെന്ന് തോന്നുന്നു. വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. ചുരത്തിന്റെ 6-ാം വളവിന് താഴെ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന്. തേനെടുക്കാൻ വന്ന ആദിവാസികളാണ് ആദ്യം കണ്ടത്. സാർ, ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യെസ്, കീശയിൽ ലൈസൻസ് ഉണ്ടായിരുന്നു. സാർ, ആരുടെയാ? മിസ്റ്റർ സാദിഖ്, സൺ ഓഫ്
ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം. ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഓമൽ പ്രതീക്ഷകൾ ഇതളിട്ടുണർന്നൊരു മാനസമിന്നു വെറും മരുഭൂവാ. ഓമൽ പ്രതീക്ഷകൾ ഇതളിട്ടുണർന്നൊരു മാനസമിന്നു വെറും മരുഭൂവാ. സ്വപ്നത്തിൻ സ്മാരക ശിലകളുണർത്തും സ്മരണകളിട നെഞ്ചിൽ ഗദ്ഗദമായി. മറക്കുവതെങ്ങനെ പ്രിയമുഖങ്ങൾ വിടരാതെ കൊഴിയും മുകുളങ്ങൾ. ഓ ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം. ഒരു നീർക്കുമിള പോ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. പെയ്താലും തോരാത്ത നിർമ്മല സ്നേഹമൂറും കരൾ കാമ്പിലും. 100 ജന്മങ്ങളിൽ പെയ്താലും തോരാത്ത നിർമ്മല സ്നേഹമൂറും കരൾ കാമ്പിലും. നീണം തേടുമാസുര കോലങ്ങൾ കൊയ്തിട്ട് കബന്ധങ്ങൾ വീതിനി നൊമ്പരമാ. മറക്കുവതെങ്ങനെ പ്രിയമുഖങ്ങൾ വിടരാതെ കൊഴിയും മുകുളങ്ങൾ. ഓ ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. ഇരുൾ വീണ കണ്ണുമായി വെളിച്ചം തേടി സ്വയമെരിഞ്ഞടങ്ങും പാഴ്ജന്മം. ഒരു നീർക്കുമിള പോൽ വിടർന്നുടനോടുങ്ങും ക്ഷണപ്രഭാ ചഞ്ചലം നരജന്മം. എന്താ കുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ? ആ ശരിയായി വരുന്നുണ്ട്.
ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടോ? അതാണിപ്പം വലിയ പ്രശ്നം. എല്ലാവരും പറ്റ ക്ഷീണിതരാ. ആ തല തിരിഞ്ഞ ചെക്കന്റെ അവസ്ഥ എന്താ? കോളേജിൽ പോണ്ടോ? സത്യം പറഞ്ഞ അവനെ കാണുമ്പോഴാ സങ്കടം. എനിക്ക് ഇക്കാനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ കരച്ചില്. ഇതുവരെ കണ്ണീര് തോർന്നിട്ടില്ല. പടച്ചോൻ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ. എന്തേ മാനു? സീനത്തിന്റെ കല്യാണം നടത്താൻ ഇപ്പോൾക്ക് താല്പര്യമില്ല. തോന്നിയ സവല ചെയ്തത് അതൊന്ന് ചോദിക്കല്ലോ. വേണ്ടുപ്പ, നമ്മൾ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും ഈ വിവാഹം നടത്തിയോണ്ട് കാര്യമില്ല. ഒരു ദുർമരണം നടന്ന വീടായതുകൊണ്ടാണത്ര. ദുർമരണം? വിവരമില്ലാത്ത കഴുതകള്. നരകാവകാശിയായി മരിക്കണ ഒരുത്തന്റെ മരണ ദുർമരണം. അവൻ കട്ടിൽമ കടന്ന് മരിച്ചാലും ദുർമരണം തന്നെയാണ്. പക്ഷെ അതാരൊക്കെയെന്ന് പടച്ചോനെ അറിയൂ, പടപ്പൊക്കെ അറിയില്ല. ഇന്റെ സാധിക്കുമോ? എങ്ങനെടാ ഈ വിവരമൊന്നും മറിഞ്ഞറിയിക്കുക? ഇന്നെക്കൊണ്ട് കഴിയൂല. മോനിപ്പതും കൂടി താങ്ങാൻ കഴിയോ? കല്യാണത്തിനാണെങ്കിൽ 10-20 ദിവസം കൂടി ഉള്ളൂ. പെട്ടെന്ന് പറയണ്ട. ഉമ്മർഖാനോട് കല്യാണം 2-3 മാസത്തേക്ക് നീട്ടിവെക്കാൻ പറയാ. അത് മൂപ്പർക്കും സമ്മതാവും. അപ്പോഴേക്കും പുതിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. ആ, അതാ നല്ലത്. ആ വിഷയം ഈ എന്നെ കൈകാര്യം ചെയ്തളാ. കോളേജിൽ പഠിക്കുമ്പോ ഒരുപാട് ചെലവുണ്ടാവും. നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടെന്താ മനസ്സിലാവാത്ത? കയ്യിലുണ്ടാവുമ്പോ ചോദിച്ചോ പൈസ തരില്ല റിയാസെ. സാധിക്കാണെങ്കിൽ ഇന്ന് കാലത്തെ ട്രിപ്പും പോയതാ. അതെ, ഇക്കാക്ക് വളയം പിടിക്കാനല്ലേ അറിയൂ. കോളേജിൽ പഠിക്കുന്നതിന്റെ ആവശ്യം എന്തറിയാൻ? കോളേജിന്റെ പടി കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. ടാക്സി ഡ്രൈവർ, എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് അതും പറഞ്ഞ് എന്നെ പരിഹസിക്കും. അത് കേൾക്കുമ്പോ നിർത്തടാ. ഇക്കാനെ പറ്റിയുള്ള എന്റെ പരിഹാസം ദിവസം തോറും കൂടി വരിക. SSLCക്ക് 500 രൂപ മാർക്കുണ്ടായ സാധിക്കുമോന് തുടർന്ന് പഠിച്ചാൻ വീതി ഉണ്ടായില്ല. കാരണം സുഖമില്ലാതെ 2.5 കൊല്ലം ഞാൻ ഈ മൂല കടന്നപ്പോ ഇങ്ങനെയും തീറ്റി പോറ്റാന് ഇഞ്ച കുട്ടിക്ക് തലയിൽ ചുമടേറ്റാനും പൊയിന്ന് മണല് വാരാനും പോണ്ടി വന്നു. അത് കണ്ട് സങ്കടം തോന്നിട്ടാ മൂസാജി എനിക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തത്. അതുള്ളത് കൊണ്ട് അജ്ജൊക്കെ 4 നേരം ഉരുളൊരുക്കി മുണിങ്ങിനത്. നല്ലൊരു കുപ്പായം ഇഞ്ച മോട്ടിട്ടില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം ഇഞ്ച കൂട്ടി കഴിക്കാറില്ല. കിട്ടുന്ന പൈസ ഒക്കെ എറുമ്പ് മണത്തരി കൂട്ടി വെക്കണമാർക്ക് ഉണ്ടാക്കുക. ഇങ്ങക്കൊക്കെ വേണ്ടി മനസ്സിലാടെ കുതിര. അങ്ങനത്തെ ഓൻ അഞ്ചനാന്ന് പറയാനൊക്കെ നടക്കണ്ടെങ്കിൽ ഇറങ്ങി പോടെ എടുക്കാലും. നീ പറയില്ലടാ പാട്ടി. പറയാം സർ, ഞാനെല്ലാം പറയാം. നടക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ രഹസ്യം പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം എന്നെ കൊല്ലുന്ന ഷിഹാബ് പറഞ്ഞു, സുരേഷും പറഞ്ഞു. സാദിഖിന്റെ ജീപ്പ് തമിഴ്നാട്ടിൽ വിൽക്കാമെന്ന് പറഞ്ഞു. 25,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ സമ്മതിച്ചു.
ഷിയാവേ, രാജനും സുരേഷ് ഇവിടെ കിട്ടെ, നമുക്ക് പോയി നിസ്കരിച്ചു തരാം. ഈ വണ്ടി എടുത്താ നിസ്കാരൊക്കെ വയനാട്ടിലെത്തിയിട്ട് മതി. അതിന് നമ്മളൊക്കെ വയനാട്ടിലെത്തുന്ന എന്താ ഉറപ്പ്? ആ എന്നാ നീ ചെല്ലേ, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. ഓന്റെ ഒടുക്കത്തെ നിസ്കാരം ഇനി ഇവിടെ വെച്ചാൽ നായ്ക്കളും കണ്ട അത് മതി. ഷിയാബേ വേണ്ടടാ, പാവടവൻ, അവനെ കൊല്ലണ്ട. പിന്നെ അവന് കൊടുക്കാളെ 20,000 റുപ്യ ഈ കൊടുക്കണ പന്നി. ചോദിക്കുമ്പോ കള്ള്, പൈസക്ക് പൈസ, ഇതെല്ലാം തിന്നിട്ട് തന്നെ പോത്തുകൾ നടക്കാനല്ല. കുറച്ച് ധൈര്യം വേണം ആണുങ്ങളായ. ഇവനെ കണ്ടു പഠിക്കേ. കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചതിനാണ് സാദിക്കിന് പകവരുത്തുമെന്നോർത്ത് വല്ലാതെ കുറ്റബോധം തോന്നി സാർ. പക്ഷേ ഞാൻ നിസ്സഹായനായിരുന്നു. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞ് അടിവാരത്ത് വണ്ടി നിർത്തിച്ചു. എന്നാൽ സാദിക്ക് കാണാതെ മറ്റൊരു കടയിൽ കയറി ഒരു കഷ്ണം കയറ് വാങ്ങി. നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. സാദിക്ക് ഇറങ്ങി ഓടുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനായിരുന്നു ഞാൻ പുറത്ത് കാവൽ നിന്നത്. സാദിക്ക് പുറത്തേക്ക് വന്നില്ല. ഷിഹാബും സുരേഷും കൂടി തങ്ങളുടെ ജോലി പൂർത്തിയാക്കിയിരുന്നു. ഷിഹാബും സുരേഷും ഇപ്പൊ എവിടെയുണ്ട്? അറിയില്ല സാർ. നിനക്കറിയില്ല? സത്യമായിട്ട് എനിക്കറിയില്ല സാർ, അറിയില്ല. പിള്ളേ ജീപ്പ് എടുക്ക്. ഒരു മിനിറ്റ്, അത്യാവശ്യം ഫോൺ ചെയ്യാൻ. എനിക്ക് ധൃതിയുണ്ട്. ഇപ്പൊ വരൂ.
നാശം വലിച്ച് കേട്ടിടുന്നു വണ്ടിയിൽ. മോളെ ആയിഷോ ഈ ഇങ്ങനെ ആയാല് നമ്മളെ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ആരാ ഉണ്ടാകുക? ഇപ്പാല ടീച്ചർ വരുന്നുണ്ടല്ലോ. ആ എന്റെ സാധിക്കുമ്പോ പോയതോട് കൂടി എന്റെ വീടിന്റെ വളക്കെ കെട്ടും. ആർക്കും ഒരു മുണ്ടാട്ടമല്ല. മോളെ ഇപ്പാനൊട്ടിയാ ഗ്ലാസ് ഒത്തുകൊണ്ട് വെച്ചാ. ഉപ്പ എന്താ അത്? എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. ഞാൻ ഇന്ന് കൂലിപ്പണിക്ക് പോയിരുന്നു. മോനെ എന്റെ സാധിക്കും മോനെ പഠിപ്പിക്കാൻ പറ്റാത്ത ദുഃഖം കൊറേ അനുഭവിച്ചോനെ ഈ ബാപ്പ. ഇയ്യും അങ്ങനെ ആയാ പറ്റൂല. ഈ പഠിക്കാൻ പോണം. ഞാൻ ഇനി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഇക്ക തുടങ്ങി വെച്ച കുറെ കാര്യങ്ങൾ ബാക്കിയില്ലേ, അതൊക്കെ പൂർത്തിയാക്കാൻ ഉപ്പാനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയോ? എന്റെ കുട്ടിക്ക് ആദ്യം കിട്ടിയ കൂലിയല്ലേ, ഇതിന്റെ മോൻ തന്നെ കയ്യിൽ വെച്ചോ. അത് വേണ്ടപ്പ, ഇന്നു മുതൽ ചെലവാക്കാൻ ഒരു കൈ മതി. എന്റെ കൈ അത്രയ്ക്ക് നല്ലതല്ല. റിയാസ്, എങ്ങോട്ടെല്ലാവരും? ഞങ്ങള് റിയാസിന്റെ ഫ്രണ്ട്സാ. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾക്കുള്ള സ്ഥലം ഇതാ. വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ വേണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇക്കടപെടണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബകാര്യമാണ് പറഞ്ഞത്. ഇവരകത്തേക്കൊന്ന് കയറിയാൽ ഈ കുടുംബം പൊളിഞ്ഞു വീഴുവോ? പ്രായം തികഞ്ഞൊരു പെണ്ണുണ്ടാകത്ത് അടുക്കള വരെ ഇറങ്ങുന്ന നിന്റെ ഈ സുഹൃത്തുക്കൾക്കിടയിലൂടെ അകത്തുള്ള സ്ത്രീകൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്. വീട്ടിനകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ സ്വാതന്ത്ര്യം നൽകുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. എനിക്കുമുണ്ട് കുറെ സുഹൃത്തുക്കൾ. അവരൊക്കെ ഇവിടെ വരാറുമുണ്ട്. അവരിൽ ഒരാൾ പോലും അനാവശ്യമായി ഈ വാതിൽപ്പടി കടന്നിട്ടില്ല. എടാ റിയാസേ, ഞങ്ങൾ പോകുന്നു. എടാ പോവരുത് പ്ലീസ്. ഇയാൾ ഇവരല്ല പലതും പറയും. എടാ പോവരുത്. സമാധാനായില്ലേ? ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും?
സാരല്ല. എടാ റിയാസേ, നീ എന്താ കോളേജിൽ വരാത്തത്? നീ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹരവുമില്ല. നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് പോണം. നിങ്ങളുടെയൊക്കെ തന്തമാര് കൈക്കൂലി വാങ്ങി പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചത് നിങ്ങൾ തൂർത്തരയ്ക്കുമ്പോ ഞാനും നിങ്ങളോടൊപ്പം കൂടി. പക്ഷെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച ചിക്കന്റെയും മട്ടന്റെയും കാശുണ്ടാക്കാൻ എന്റെ ഉപ്പയൊക്കെ അനുഭവിച്ച വേദന ഇന്ന് ഞാനും അനുഭവിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? എന്റെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ നിന്ന് കുറെ പേരുകൾ ഞാൻ വെട്ടിക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ട്. നിങ്ങൾക്ക് ഇനി മടങ്ങിപ്പോവാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് 5 പെണ്ണിനെയും ഒരാണിനെയാണ് പടച്ചോൻ തന്നത്. എന്നാലോ മക്കളെ മക്കളായിട്ട് ആൺകുട്ടികൾ കുറെ ഉണ്ട്. ഓരോ കൂട്ടത്തില് മൂത്ത ആളിപ്പോ ഈയാണ്. ഉപ്പാപ്പ എന്തിനാ എന്നോട് ഇങ്ങനെ വളച്ചു കെട്ടി കാര്യം പറയണത്? കാര്യം എന്താ വെച്ചാ പാപ്പ, ഞങ്ങളെ പേരക്കുട്ടിയല്ലേ. ഈ തോളിൽ കയറി കളിച്ചും ഈ നെഞ്ചത്തുറങ്ങിയും വളർന്നവനല്ല ഞാൻ. എനിക്കൊരു മകനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓനെക്കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ട് ഈ നാട്ടില്. ആ കുട്ടിനെയും കുടുംബത്തിനെയും എനിക്ക് പെരുത്ത് ഇഷ്ടാ. ആ കുട്ടിനെ എനിക്ക് കല്യാണം കഴിച്ചൂടെ? ഏതാ കുട്ടി? ഞമ്മളെ അമ്മർട്ടിന്റെ മകള് സീനത്ത്. ഏതായാലും നിങ്ങള് ഭാഗ്യവാന ഉമ്മർക്ക, ഇത്ര നല്ല ബന്ധം ഈ നാട്ടിൽ ആദ്യട്ടാ. പടച്ചോന്റെ റഹ്മത്താണ്. അല്ല, നമ്മള് പറഞ്ഞ കാര്യം എന്തായി? അല്ല, പണ്ടവും പണമൊന്നും ഇല്ലാതെ ഒരു കെട്ടാൻ തയ്യാറായ സ്ഥിതിക്ക് വെറുതെ കടം വരുത്തണം ഉമ്മർക്ക. കടമൊന്നും വരൂല. ഒരു 10 സെന്റ് സ്ഥലം വെക്കുന്നുണ്ട്. ആൾക്കാരും വന്നു നോക്കണുണ്ട്. വില അങ്ങോട്ട് ഉയരുന്നില്ല. ഈ സമയം കിട്ടുന്ന വിലക്ക് വിൽക്കുന്ന ആൾക്കാർക്കും അറിയാം. ഒരു വിധം ഒത്താ കച്ചവടം അടിക്കും. പണ്ടവും പണവും മാണ്ടാന്ന് ആചാര്യ പറഞ്ഞെങ്കിലും എന്തെങ്കിലും കുട്ടിന്റെ മേലില്ല ഞാൻ കുറച്ചില്ല. ആചാര്യ നിലയും ബലിയും വെച്ച് നോക്കുമ്പോ ഇഞ്ഞക്കോടൊന്നും ചെയ്യാൻ കഴിയൂല. എന്നാലും ആചാര്യ വസലാക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, പണ്ടങ്ങൾ എത്ര വേണമെങ്കിലും സൗകര്യം പോലെ വന്നെടുത്തോളി. കാശുകൾ കിട്ടുമ്പോ തന്നാ മതി. അൽഹംദുലില്ലാ. എന്നാല് ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഉമ്മറേ, ആ ഈ ആചാര്യപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇങ്ങോട്ട് കയറിയിരിക്കുക ആചാര്യ. മറേ, എന്ത് തോന്നിയാ സജ്ജി ചെയ്തത്? ഈ ആ ജ്വല്ലറി പോയി പണ്ടം കടം ചോദിച്ചോ? ഇജിന്റെ മാനം കളഞ്ഞില്ല എമ്മറേ. ആൾക്കാരെന്താ പറയാ? രഹസ്യായി മൂസാജി പണ്ട് ആവശ്യപ്പെട്ടൂന്ന്. ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ എന്റെ മാനം വെക്കണല്ലേ? ഇക്കാലത്തില് മൂസാജിന്റെ പേരക്കുട്ടിനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കൂന്ന് വിചാരിച്ചിക്കണെങ്കില് അനക്ക് തെറ്റിപ്പോയി മറ. മറേ, പണ്ടവും പണവും മാണ്ടാന്ന് മൂസാജി പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാണ്ടാന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എനിക്കെന്തിനാടോ എന്റെ പറമ്പ് വിറ്റ പൈസ കൊണ്ട് വാങ്ങിയ പണ്ടം? എന്നാ ഇത് കണ്ടോ? ഇത് മുഴുവൻ എന്റെ മാക്കുള്ള പണ്ടാ. എന്നാ പിടിക്ക്. ഈ പേരില് ഇന്ന് മുതൽക്ക് സന്തോഷം ഉണ്ടായി കാണണം. എല്ലാരും ഒന്ന് ചിരിക്കും കളിക്കും ചെയ്യും.
മോളെ ദാജേര് തന്നതാ. മരക്കാരെ ഓയ് ഇവിടെ വാ. അടച്ചോനെ കണ്ടും ചെയ്തത് എന്താണ് യാചാരം നേരത്തെ തന്നെ ആളപ്പത് കണ്ട്. ഇപ്പൊ എന്താ ഇപ്പൊ മൂപ്പരോട് ഞാൻ പറയണ്ടേ? ചെന്നാൽ തീർച്ച തന്നെ അല്ലാത്താട്ട് എന്താ ചേരെ ഉമ്മറിന്റെ പറമ്പ് തൽക്കാലം വിൽക്കണില്ല. അഡ്വാൻസ് വാങ്ങിപ്പോയല്ലോ. അത് ഉമ്മറ് തരും. വേഗം ചെല്ല്, പോകാൻ പറ. ആ ആയിക്കോട്ടെ. ഇനി എന്നെ ഇവിടെ കണ്ടാലേ ഇതിന്റെ കയ്യിന്റെ ചൂട് നല്ലോണം അറിയും. കുറ്റി പറിച്ച് വേഗം തടിത്തോളി ചങ്ങായിമാരെ ജീവമാണെങ്കിൽ റിയാസ്, എന്താ റിയാസ്
കൊല്ലരുത്, കൊല്ലരുത്. ഇവൻ ചാകാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ ഒരു ഇറച്ചി കഷ്ണമയൻ ബാക്കിയുണ്ടാവണം, അതും സെൻട്രൽ ജയിലിൽ.